എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥം പാരായണം 42-ാം ദിവസം. സർഗം 15. ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃഹാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം സംസ്കൃതം മൂലഗ്രന്ഥം യുദ്ധകാണ്ഡം 15 സർഗ. ശ്രീരാമ പട്ടാഭിഷേക. ശ്രീമഹാദേവ ഉവാച തതസ്തു കൈകകീ പുത്രോ ഭാരതോ ഭക്തിസംയുത ശിരസ്യഞ്ജലിമാധായ ജ്യേഷ്ഠം ഭ്രാതരമബ്രവീത്. മാതാമേ സത്കൃതാ രാമ ദത്തം രാജ്യം ത്വയാ മമ ദദാമി തത്തേജ പുനർയഥാ ത്വമദദാമമ. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, കൈകേയി പുത്രനായ ഭരതൻ ശിരസിൽ തൊഴുകൈ വെച്ച് ഭക്തിപൂർവ്വം തൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് അഭ്യർത്ഥിച്ചു, അല്ലയോ രാമ, അങ്ങനെക്ക് രാജ്യം നൽകി, അതുവഴി എൻ്റെ അമ്മയെ ആദരിച്ചു. ഏതുവിധം അങ്ങ് എനിക്കത് നൽകിയോ, ഇതാ അങ്ങയ്ക്ക് അത് തിരികെ തരുന്നു. ഇത്യുക്ത്വാ പാദയോർഭക്ത്യാ സാഷ്ടാംഗം പ്രണിപത്യജ ബഹുധാ പ്രാർത്ഥയാമാസ കൈകേയ്യാ ഗുരുണാ സഹ. ഭക്തിപൂർവ്വം ഇങ്ങനെ പറയുകയും ചരണങ്ങളിൽ സാഷ്ടാംഗം ചെയ്യുകയും ചെയ്തു. ഗുരുവിനോടും കൈകേയിയോടുമൊത്ത് പലതരത്തിൽ അഭ്യർത്ഥിച്ചു. തദേതി പ്രതിജഗ്രാഹ ഭരതാദ് രാജ്യമീശ്വര മയാസൃത്യ സകലാം നരചേഷ്ടാം ഉപാഗതഃ. മായയെ ആശ്രയിച്ച് സകല മാനവചേഷ്ടകളും കൈക്കൊണ്ട ഭഗവാൻ അങ്ങനെയെന്ന് സമ്മതിച്ച് ഭരതനിൽ നിന്നും രാജ്യം ഏറ്റുവാങ്ങി. സ്വരാജ്യാനുഭവോ യസ്യ സുഖജ്ഞാനൈകരൂപിണ നിരസ്താതിശയാനന്ദരൂപിണ പരമാത്മന മാനുഷേണ ദുരാജ്യേന കിം തസ്യ ജഗദീശ്വതു യസ്യ ഭ്രൂഭംഗമാത്രേണ ത്രിലോകീ നശ്യതി ക്ഷണാത്. ഏതൊരുവന്റെ ഭ്രൂചലനത്താൽ മാത്രം ഉലകം മൂന്നും ഞൊടിയിടയിൽ നാശമടയുന്നുവോ, സ്വകീയമായ ആത്മാനന്ദം തന്നെ ഏതൊരുവന് രാജ്യാനുഭവമാകുന്നുവോ, ചിദാനന്ദമായ ഒരേ വടിവുടയവനും നിരതിശയ ആനന്ദത്തിടമ്പും ജഗദീശനുമായ ആ പരമാത്മാവിന് മാനവരാജ്യം കൊണ്ട് കാര്യമെന്ത്? യസ്യാനുഗ്രഹമാത്രേണ ഭവന്ത്യാഖണ്ഡലശ്രിയ ലീലാസൃഷ്ട മഹാസൃഷ്ടേ കിയതേദ്രമാപതേ. യാതൊരാളുടെ അനുഗ്രഹമാത്രത്താൽ ഇന്ദ്രിയ ഐശ്വര്യങ്ങൾ സംഭവിക്കുന്നുവോ, ലീലയാൽ ബ്രഹ്മാണ്ടം ചമച്ച ആ ലക്ഷ്മീപതിക്ക് ഈ രാജ്യം എന്ത്? തഥാ വിഭജതാം നിത്യം കാമപൂരവിദിൽസയാ ലീലാമാനുഷദേഹേന സർവം അപി അനുവർത്തതേ. എങ്കിലും
നിത്യവും ഭജിപ്പവർക്ക് അഭിലാഷപൂർത്തി കൈവരുത്തണം എന്ന ആഗ്രഹത്താൽ ലീലാ മാനവദേഹം കൈക്കൊണ്ട് സകലതും അദ്ദേഹം അനുവർത്തിച്ചു പോരുന്നു. തത ശത്രുഘ്നവചനാൻ നിപുണ ശ്മശ്രുകൃന്തക സംഭാരാശ്ച അഭിഷേകാർത്ഥം ആനീതാ രാഘവസ്യ ഹി പൂർവം തു പരദേ സ്നാദേ ലക്ഷ്മണേ ച മഹാത്മനി സുഗ്രീവേ വാനരേന്ദ്രജ രാക്ഷസേന്ദ്രേ വിഭീഷണേ വിശോദിതജട സ്നാദഛിത്രമാല്യാനുലേപനഃ മഹാർഹവനസനോപേത തത്തൗ തത്ര ശ്രിയാജ്വലൻ. ശത്രുഘ്നൻ പറഞ്ഞതനുസരിച്ച് നിപുണനായ ഒരു ക്ഷുരകനും ആ രാഘവന്റെ അഭിഷേകത്തിനുള്ള മറ്റ് സാമഗ്രികളും ആനയിക്കപ്പെട്ടു. ആദ്യം ഭരതനും മഹാത്മാവായ ലക്ഷ്മണനും പിന്നെ വാനരേന്ദ്രനായ സുഗ്രീവൻ, രാക്ഷസ രാജാവായ വിഭീഷണൻ എന്നിവരും കുളി കഴിഞ്ഞതോടെ ജടയിറക്കി സ്നാനം ചെയ്ത വിശിഷ്ടാഹാരങ്ങളും കുറിക്കൂട്ടുകളും അണിഞ്ഞ വിലയേറിയ ഉടയാട ധരിച്ച ഐശ്വര്യോജ്വലനായ രാമൻ അവിടെ സന്നിഹിതനായി. പ്രതികർമ്മജരാമസ്യ ലക്ഷ്മണശ്ച മഹാമതി കാരയാമാസ ഭരത സീതായാ രാജയോഷിത. മഹാശയനായ ഭരതൻ രാമലക്ഷ്മണന്മാർക്ക് അലങ്കാരങ്ങൾ ചെയ്തു. സീതയെ രാജനാരിമാർ ഒരുക്കി. മഹാർഹവസ്ത്രാഭരണൈർ അലം ചക്രസുമധ്യമാം തതോ വാനരപത്നീനാം സർവാസാം ഏവ ശോഭനാം അകാരേത കൗസല്യാ പ്രകൃഷ്ടാ പുത്രവത്സല തദസ്യന്തനമാദായ ശത്രുഘ്നവചനാത് സുധീ സുമന്ത്രസൂര്യസങ്കാശം യോജയിത്വാ അഗ്രതസ്ഥിത ആരുരോഹരഥം രാമ സത്യധർമ്മപരായണ. അനർഘങ്ങളായ ആടയാഭരണങ്ങളാൽ ആ സുന്ദരിയെ റാണിമാർ അലങ്കരിച്ചു. പുത്രവത്സലയും പ്രസന്നയും ശോഭനയുമായ കൗസല്യ പിന്നീട് എല്ലാ വാനരഭക്തിമാരെയും അണിയിച്ചൊരുക്കി. അനന്തരം ശത്രുഘ്നവചനപ്രകാരം ബുദ്ധിശാലിയായ സുമന്ത്രൻ സൂര്യപ്രഭ തിരളുന്ന ഒരു രഥത്തിൽ കുതിരകളെ പൂട്ടിയിട്ട് രാമന്റെ മുമ്പിൽ നിലകൊണ്ടു. സത്യധർമ്മങ്ങളിൽ നിഷ്ഠയുള്ള രാമൻ തേരിൽ കയറി. സുഗ്രീവോ യുവരാജശ്ച ഹനൂമാം ച വിഭീഷണഃ സ്നാത്വാ ദിവ്യാംബരധര ദിവ്യാഭരണഭൂഷിതാഃ രാമമന്യുരഗ്രേജ രഥാശ്വഗജാവാഹനാഃ സുഗ്രീവഭഗ്നസീതാജ യയോർ യാനൈപുരം മഹത്. സുഗ്രീവനും യുവരാജാവും ഹനുമാനും വിഭീഷണനും കുളിച്ച് ദിവ്യവസ്ത്രം ചാർത്തി ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് തേരിലും കുതിരപ്പുറത്തും ആനപ്പുറത്തുമേറി മുമ്പേ രാമന് അകമ്പടി സേവിച്ചു. സുഗ്രീവ ഭക്തിമാരും സീതയും വാഹനങ്ങളിൽ മഹാപുരിയിലേക്ക് യാത്രയായി. വജ്രപ്പാണിർ യഥാ ദേവൈർ ഹരിതാശ്വരധേ സ്ഥിത പ്രയയോ രഥമാസ്ഥായ തഥാ രാമോ മഹത്പുരം സാരഥ്യം ഭരതചക്രേ രത്നദണ്ഡം മഹാദ്യുതി ശ്വേതാദപത്രം ശത്രുഘ്നോ ലക്ഷ്മണോ വ്യജനം ദധേ. സുഗ്രീവനും യുവരാജാവും ഹനുമാനും വിഭീഷണനും കുളിച്ച് ദിവ്യവസ്ത്രം ചാർത്തി ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് തേരിലും കുതിരപ്പുറത്തും ആനപ്പുറത്തുമേറി മുമ്പേ രാമന് അകമ്പടി സേവിച്ചു. സുഗ്രീവ പത്നിമാരും സീതയും വാഹനങ്ങളിൽ മഹാപുരിയിലേക്ക് യാത്രയായി. പച്ച നിറമുള്ള കുതിരകളെ പൂട്ടിയ തേരിൽ ദേവന്മാരുമൊത്ത് ഇന്ദ്രൻ എങ്ങനെയാണോ വിരാജിക്കുന്നത് അപ്രകാരമാണ് രഥാരൂഢനായ രാമൻ മഹത്തായ അയോധ്യാനഗരിയിലേക്ക് എഴുന്നള്ളിയത്. അതിതേജസ്വിയായ ഭരതൻ തേർതെളിച്ചു. ശത്രുഘ്നൻ രത്നപ്പിടിയുള്ള വെൺകൊറ്റക്കുടയും ലക്ഷ്മണൻ ആലവട്ടവും പിടിച്ചു. ചാമരം ച സമീപസ്ഥോ നവീജേത അരിന്ദമ ശശിപ്രകാശം ത്വപരം ജഗ്രാഹാസുരനായക. ശത്രുതമനായ സുഗ്രീവൻ സമീപസ്ഥനായി ചാമരം വീശി. വിഭീഷണൻ തിങ്കൾപ്രഭയാർന്ന മറ്റൊരു ചാമരവും വീശിക്കൊടുത്തു. ദിവിജയീ സിദ്ധസംഘൈശ്ച ഇഷിവിർ ദിവ്യദർശനൈ സ്തൂയമാനസ്യ രാമസ്യ ശുശ്രുവേ മധുരധ്വനി. ദേവന്മാർ, സിദ്ധഗണങ്ങൾ, ദിവ്യദർശനരായ ഋഷിമാർ എന്നിവരാൽ രാമൻ സ്തുതിക്കപ്പെടുന്നതിൻ്റെ മധുരനാദം കേൾക്കാറായി. മാനുഷം രൂപമാസ്ഥായ വാനരാഹ ഗജവാഹനാഹ ഭേരീശങ്കനിദാതൈശ്ച മൃദംഗപണവാനകൈ പ്രയയൂ രാഘവശ്രേഷ്ഠ
താം പുരീം സമലംകൃതാം ദർശുസ്തേ സമായാന്താം രാഘവം പുരവാസിനഃ. മാനവരൂപം പേറിയ വാനരർ ആനപ്പുറത്തേറിയാണ് സഞ്ചരിച്ചത്. പെരുമ്പറ ശംഖനാദങ്ങളോടും മൃദംഗ പണവ ആനക ഘോഷങ്ങളോടും കൂടെ രാഘവേന്ദ്രൻ സമലംകൃതമായ നഗരിയിലേക്ക് പ്രവേശിച്ചു. വന്നണയുന്ന രാഘവനെ ആ നാഗരികർ കൺകുളിർക്കെ ദർശിക്കുകയായി. ദുർവാദലശ്യാമതനും മഹാർഹ കിരീടരത്നാഭരണാഞ്ചിതാംഗം ആരക്തകഞ്ചായതലോചനാന്തം ദൃഷ്ട്വായയോർമോദം അതീവ പുണ്യാഃ. വിചിത്രരത്നാഞ്ചിത സൂത്രനദ്ധ പീതാംബരം പീനഭുജാന്തരാളം അനർഘ്യമുക്താഫല ദിവ്യഹാരൈർ വിരോചമാനം രഘുനന്ദനം പ്രജാ. കറുകനാമ്പ് പോലെ കറുത്ത മേനിയുള്ളവനും അനർഘമായ കിരീടം ചൂടിയ ശിരസ്, രത്നാഭരണങ്ങൾ അണിഞ്ഞ അവയവങ്ങള്, തെല്ല് അരുണവും താമരയിതൾ പോലെ ആയതവുമായ കടമിഴി ഇവയോടുകൂടിയ ആ രാമനെ കണ്ട് ആ മഹാപുണ്യശാലികൾ ആനന്ദമടഞ്ഞു. വിചിത്രങ്ങളായ രത്നങ്ങളെ കൊണ്ട് മോടിക്കൂട്ടി പൊന്നിൻ നൂൽ കൊരുത്ത പീതാംബരമണിഞ്ഞവനും വിലമതിക്കാനാവാത്ത മുത്തിൻ ദിവ്യഹാരങ്ങളാൽ സുശോഭിതനും നീണ്ടു തടിച്ച ഭുജബുദ്ധിയുള്ളവനുമായ രാഘവനെ ജനങ്ങൾ ദർശിച്ചു. സുഗ്രീവമുഖ്യൈർ ഹരിവി പ്രശാന്തൈർ നിഷേവ്യമാണം രവിതുല്യഭാസം കസ്തൂരികാ ചന്ദനലിപ്തഗാത്രം നിവീതകൽപദ്രുമ പുഷ്പമാലം. പ്രശാന്തമായ സുഗ്രീവാദി വാനരന്മാരാൽ പരിസേവിതനും കസ്തൂരി കലർന്ന ചന്ദനം മേനിയിൽ പൂശിയവനും കൽപ്പക പൂമാല ചൂടിയവനും സൂര്യന് സമം വിളങ്ങുന്നവനുമായ രാമനെ ജനം കൺകുളിർക്കെ കണ്ടു. ശ്രുത്വാ സ്ത്രിയോ രാമം വാഗതം മുദാ പ്രഹർഷവേഗോൽക്കലിതാനനശ്രിയ അപാസ്യ സർവം ഗൃഹകാര്യമാഹിതം ഹർമ്യാണി ജൈവാരുഹു സ്വലം കൃതാം. രാമൻ അരികിൽ അണഞ്ഞതായി കേട്ട് ആനന്ദത്തള്ളലാൽ ആകുലമായ മുഖശ്രീവേറിയ പെണ്ണുങ്ങൾ കൂടിക്കിടന്ന ഗൃഹജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ട് സാമോദം അണിഞ്ഞൊരുങ്ങി മാളികകളിൽ കയറി നിൽപ്പായി. ദൃഷ്ട്വാ ഹരിം സർവദൃഗുത്സവാകൃതിം പുഷ്പൈകിരന്ത്യസ്മിതശോഭിതാനനാ ദീർഘി പുനർനേത്രമനോരസായനം സ്വാനന്ദമൂർത്തിം മനസാഭിരേഭിരേ. സകലരുടെയും മിഴികൾക്കുത്സവം പകരുന്ന ആകാര സൗഷ്ഠവുമായിരുന്ന ഹരിയെ കാണവേ പുഞ്ചിരി കൊണ്ട് അഴകാർന്ന മുഖമുള്ള മഹിളമാർ പൂക്കൾ തൂകി കണ്ണിനും കരളിനും രസായനമായ അദ്ദേഹത്തെ മിഴികളാൽ ആസ്വദിച്ചു. ആ സ്വാനന്ദമൂർത്തിയുമായി മനസാ രമിച്ചു. രാമസ്മിത സ്നിഗ്ധദൃശാ പ്രജാസ്തതാം പശ്യൻ പ്രജാനാഥൈവാപരപ്രഭു ശനൈർജഗാമാധപിതുസ്വലം കൃതം ഗൃഹം മഹേന്ദ്രാലയ സന്നിഭം ഹരി. പ്രവിശ്യവേശ്മാന്തര സംസ്ഥിതോ മുദാ രാമോ വവന്ദേ ചരണൗ സ്വമാതു ക്രമേണ സർവാ പിതൃയോഷിത പ്രഭുർ നനാമ ഭക്ത്യാ രഘുവംശകേതുഃ. പ്രഭുവും താപഹാരിയുമായ രാമൻ മറ്റൊരു പ്രജാപതിയെ, അതായത് ബ്രഹ്മാവിനെ പോലെ പുഞ്ചിരിക്കനിവിയേർന്ന മഴികളാൽ പ്രജകളെ വീക്ഷിച്ചുകൊണ്ട് പൂർണ്ണ അലങ്കൃതവും ഇന്ദ്രഭവന സമാനവുമായ പിതൃഗൃഹത്തിലേക്ക് അനന്തരം ചെന്നു കയറി. അരമനയെത്തിയ പ്രഭുവായ രാമൻ അകത്തേക്ക് ചെന്ന് സന്തോഷത്തോടെ സ്വമാതാവിൻ്റെ കാലുകളിൽ കുമ്പിട്ടു. പിതൃഭാര്യമാരെ എല്ലാവരെയും ക്രമപൂർവം ആ രഘുകുലകേതു ഭക്തിപൂർവം വണങ്ങി. തതോ ഭരതമാദേഹം രാമസത്യപരാക്രമ സർവസമ്പൽസമായുക്തം മമ മന്ദിരമുത്തമം മിത്രായ വാനരേന്ദ്രായ സുഗ്രീവായ പ്രദീയതാം സർവേഭ്യ സുഖവാസാർത്ഥം മന്ദിരാണി പ്രകൽപ്പയ. സത്യപരാക്രമിയായ രാമൻ പിന്നെ ഭരതനോട് ഇങ്ങനെ കൽപ്പിച്ചു: സർവസമ്പൽ സമൃദ്ധമായ എൻ്റെ ഉത്തമ ഭവനം ഉറ്റതോഴനും വാനരപതിയുമായ സുഗ്രീവന് കൊടുക്കൂ. എല്ലാവർക്കും സുഖവാസത്തിന് ഉതകിയ ഭവനങ്ങൾ ഏർപ്പെടുത്തണം. രാമണൈവം സമാദിഷ്ടോ ഭരതശ്ച തഥാകരോത്
ഉവാച മഹാതേജ സുഗ്രീവം രാഘവാനുജ രാഘവസ്യ അഭിഷേകാർത്ഥം ചതുസ്സിന്ധുജലം ശുഭം ആനേതും പ്രേഷയാസ്വാശു ദൂതാം ത്വരിതവിക്രമാൻ. രാമൻ പറഞ്ഞത് കേട്ട് ഭരതൻ അപ്രകാരം ചെയ്തു. അതിതേജസ്വിയായ ഭരതൻ പിന്നെ സുഗ്രീവനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. രാഘവന്റെ അഭിഷേകത്തിന് ശുഭകരമായ 4 സമുദ്രത്തിലെ ജലം ആനയിക്കാൻ ശിഖരഗാമികളായ ദൂതരെ ക്ഷിപ്രം അയക്കുക. പ്രേഷയാമസ സുഗ്രീവോ ജാംബവന്തം മരുത്സുതം അംഗദം ച സുഷേണം ചതേ ഗത്വാ വായുവേഗതഃ ജലപൂർണാൻ ശാതകുംഭകലശാം സമന്വയാൻ ആനീതം തീർത്ഥസലിലം ശത്രുഘ്നോ മന്ത്രിഭിः സഹ രാഘവസ്യ അഭിഷേകാർത്ഥം വസിഷ്ഠായ നിവേദയത് തതസ്തു പ്രയതോ വൃദ്ധോ വസിഷ്ഠോ ബ്രാഹ്മണൈः സഹ. ജാംബവാൻ, മാരുതി, അംഗദൻ, സുഷേണൻ ഇവരെയാണ് സുഗ്രീവൻ നിയോഗിച്ചത്. അവർ വായുവേഗത്തിൽ ചെന്ന് സ്വർണകുംഭങ്ങളിൽ ജലം നിറച്ചു കൊണ്ടുവന്നു. തീർത്ഥജലം കൊണ്ടുവന്ന് അഭിഷേകത്തിനായി മന്ത്രിമാരുമൊത്ത് ശത്രുഘ്നൻ വസിഷ്ഠന് അർപ്പിക്കുകയുണ്ടായി. ജിതേന്ദ്രിയനും വൃദ്ധനുമായ വസിഷ്ഠൻ വിപ്രന്മാരോടുകൂടി രാമനെ സീതാസമേതം മണിപീഠത്തിൽ ഇരുത്തി. രാമം രത്നമയേ പീഠേ സ്വസീതം സംന്യവേശയത് വസിഷ്ഠോ വാമദേവശ്ച ജാബാലിർ ഗൗതമസ്തഥാ വാൽമീകിശ്ച തഥാ ചക്രു സർവേ രാമാഭിഷേചനം കുശാഗ്രതുളസീയുക്ത പണ്യഗന്ധജലൈർമുദ. മണിപീഠത്തിൽ ഇരുത്തിയിട്ട് വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, അതുപോലെ ഗൗതമൻ, വാൽമീകി ഇവരെല്ലാം ദർഭ, തുളസി ഇവ ചേർത്ത പുണ്യഗന്ധജലത്താൽ സാമോദം രാമനെ അഭിഷേകം ചെയ്തു. അഭിഷ്യഞ്ജൻ രഘുശ്രേഷ്ഠം വാസവം വാസവോ യഥാ ബ്രാഹ്മണൈ ശ്രേഷ്ഠൈ കന്യാഭിസ്സകമന്ത്രിഭി സർവൗഷധിരസൈശ്ചൈവ ദൈവതൈർനപസി സ്ഥിതൈ ചതുർഭിർലോകപാലൈശ്ച സ്തുവദ്ഭി സഗണൈസ്തഥാ. ആകാശത്തു നിന്ന് വാഴ്ത്തുന്ന ദേവഗണങ്ങൾ, പരിവാരസമേതരായ 4 ലോകപാലകന്മാർ, ദേവജ്ഞരായ ശ്രേഷ്ഠന്മാർ ഇവരെല്ലാം കന്യകമാരും മന്ത്രിമാരുമൊത്ത് എല്ലാ ദിവ്യ ഔഷധിരസങ്ങളും ചൊരിഞ്ഞ് രഘുവരനെ അഭിഷേചിച്ചു. അഷ്ടവസുക്കൾ ഇന്ദ്രനെ എന്നതുപോലെ. ഛത്രം ജതസ്യ ജഗ്രാഹ ശത്രുഘ്ന പാണ്ഡുരം ശുഭം സുഗ്രീവരാക്ഷസേന്ദ്രൗത്തൗ ദദതു ശ്വേതചാമരേ മാലാം ച കാഞ്ചനീം വായുർദദൗ വാസവചോദിത സർവരത്നസമായുക്തം മണികാഞ്ചനഭൂഷിതം ദദൗഹാരം നരേന്ദ്രായ സ്വയം ശക്രസ്തു ഭക്തിതഃ പ്രജഗുരുദേവഗന്ധർവാ നദൃശ്ചാപ്സരോഗണാഃ. ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു. സുഗ്രീവ വിഭീഷണന്മാർ വെഞ്ചാമരം വീശി. ഇന്ദ്രനാൽ പ്രേരിതനായ വായുദേവൻ കാഞ്ചനമാല അണിയിച്ചു. ഇന്ദ്രനാകട്ടെ സകല രത്നങ്ങളും പതിച്ച മണികാഞ്ചനഭൂഷിതമായ മുത്തുമാലയാണ് സാദരം നരപതിക്ക് സമർപ്പിച്ചത്. ദേവഗന്ധർവന്മാർ ചേതോഹരമായി പാടി. അപ്സരഗണങ്ങൾ നൃത്തമാടുകയും ചെയ്തു. ദേവദുന്ദുപയോനേതു പുഷ്പവൃഷ്ടിപ്പപാദഘാത് നമദുർവാദലശ്യാമം പത്മപത്രായ ദക്ഷണം രവികോടിപ്രഭായുക്ത കിരീടേന വിരാജിതം കോടികന്ദർപ്പലാവണ്യം പീതാംബരസമാവൃതം ദിവ്യാഭരണസമ്പന്നം ദിവ്യചന്ദനലേപനം അയുധ ആദിത്യസങ്കാശം ദ്വിഭുജം രഘുനന്ദനം വാമഭാഗേ സമാസീനാം സീതാം കാഞ്ചനസന്നിഭാം സർവാഭരണസമ്പന്നാം വാമാംഗേ സമുപസ്ഥിതാം രക്തോത്പലകരാം ഭോജാം വാമേന ആലിംഗ്യ സംസ്ഥിതം സർവാതിശേഷോപാഢ്യം ദൃഷ്ട്വാ ഭക്തിസമന്വിതഃ ഉമയാ സഹിതോ ദേവ ശങ്കരോ രഘുനന്ദനം സർവദേവഗണൈർയുക്ത സ്തോതും സമുപചക്രമേ. ദേവദുന്ദുഭികൾ മുഴങ്ങി. വെണ്ണിൽ നിന്ന് പൂമഴ ചൊരിഞ്ഞു. ഇളം കറുകനാമ്പിൻപടി കറുമ്പനും താമരയിതൊളത്ത ആയത മിഴികളുള്ളവനും കതിരവ കോടികളുടെ പ്രഭപേറിയ മുകുടത്താൽ സുശോഭിതനും കോടിമാരന്മാരുടെ ചാരുതയുള്ളവനും
മഞ്ഞത്തുകിൽ കൊണ്ട് ആഭൂഷിതനും ദിവ്യചന്ദനം പൂശ്യവനും ആയിരം ആദിത്യന്മാരുടെ ശോഭയുള്ളവനും കാഞ്ചനതുല്യമായ 2 കരങ്ങളുള്ളവനും സർവാഭരണഭൂഷിതനും ചെന്താമര കരതാരിൽ ഏന്തിയവനും ഇടതുവശത്ത് ചെമ്മേ നിന്ന് ഇടതുമടിയിൽ ഒപ്പമിരിക്കുന്നവളുമായ മൈഥിലിയെ ഇടതുകരത്താൽ പുണർന്നിരിക്കുന്നവനുമായ രഘുനന്ദനനെ സകലരെയും അതിശയിക്കുംപടി തേജോമയനായ രാമനെ ദർശിച്ച് ഉമാസമേതനായ ഭഗവാൻ ശങ്കരൻ സകല സുരവൃന്ദവുമൊത്ത് ഭക്തിപൂർവം സ്തുതിച്ചു തുടങ്ങി. ശ്രീ മഹാദേവ ഉപാജ നമോസ്തു രാമായ സശക്തികായ നീലോൽപലശ്യാമളകോമളായ കിരീടഹാരാംഗദഭൂഷണായ സിംഹാസനസ്ഥായ മഹാപ്രഭായ ത്വമാദിമദ്യാന്തവിഹീനയേക സൃജസ്യവസ്യൽസി ജലോകജാതം സ്വമായയാ തേന ലിപ്സ്യസേ ത്വം യത്സ്വേ സുഖേജ സ്രരതോ അനവദ്യഃ. നീലോൽപ്പലം പോലെ ശ്യാമളകോമളനും കിരീടഹാര അംഗദഭൂഷിതനും സീതാസമേതനും സിംഹാസനസ്ഥനും തീവ്ര പ്രഭയുള്ളവനുമായ രാമന് നമസ്കാരം. നീ ആദിമധ്യാന്തമറ്റവനും ഏകനും ആണ്. സ്വമായയാൽ നീ ലോകവ്യൂഹം ചമയ്ക്കുകയും പോറ്റുകയും ഒടുക്കുകയും ചെയ്യുന്നു. എങ്കിലും അതിനാൽ ലിപ്തനാകുന്നില്ല. എന്തെന്നാൽ സ്വീയ സുഖത്താൽ നിരന്തരം രമിക്കുന്ന പരമപാവനാണല്ലോ നീ. ലീലാംബിതൽസേ ഗുണസംവൃതസ്ത്വം പ്രപന്നഭക്താന് വിധാനഹേതോ നാനാവതാരൈസുരമാനുഷാദ്യൈ പ്രതീയസേ ജ്ഞാനിഭിരേവ നിത്യം. ശരണാഗതരായ ഭക്തരെ അനുഗ്രഹിപ്പാനായി ഗുണവാനായി ദേവമാനവാദി നാനാ അവതാരങ്ങൾ കൈക്കൊണ്ട് നീ കളിയാടുന്നു. ജ്ഞാനികൾക്ക് മാത്രമേ എന്നും നിന്റെ പൊരുൾ അറിയാൻ സാധിക്കുകയുള്ളൂ. സ്വാംശേന ലോകം സകലം വിധായ തം വിവർഷിച്ചത്വം ദധത ഫണീശ്വര ഉപര്യതോ ഭാന്വനിലോടുപൗഷധി പ്രവർഷരൂപോ വസി നൈകഥാ ജഗത്. സ്വാംശത്താൽ ഉലകമെല്ലാം ചമച്ച് അനന്തനായി താഴെ നിന്ന് നീ അതിനെ താങ്ങുന്നു. മുകളിലും താഴെയും സൂര്യവായു ചന്ദ്ര സസ്യ വർഷധാരാരൂപനായി വിരാജിച്ച് പലതരത്തിൽ ലോകം പുലർത്തുകയും ചെയ്യുന്നു. ത്വമിഹ ദേഹവൃതാംശികിരൂപ പജസി ഭുക്തമശേഷമജസ്രജം പവന പഞ്ചകരൂപ സഖായോ ജഗദഖണ്ഡം അനേന വിവർഷി. അഗ്നിരൂപത്തിൽ ലോകത്തിൽ നിലകൊണ്ട് ദേഹികൾ അശിച്ച അന്നം അശേഷം നീ നിരന്തരം ദഹിപ്പിക്കുന്നു. പഞ്ചാഗ്നി സഹായനായി തദ്വാര അഖില ജഗത്തും പാലിക്കുന്നതും നീ തന്നെയാണ്. ചന്ദ്രസൂര്യശിഖിമദ്യഗതം യത് തേജ ഈശചിതശേഷതനൂനാം പ്രാഭവത്തനു ഭൃതാമിവ ധൈര്യം ശൗര്യം ആയുർ അഖിലം തവസത്വം. ഈശ്വര ചന്ദ്ര സൂര്യ അഗ്നികളിലെ തേജസ്, സകല ദേഹികളിലും അടങ്ങിയ ചൈതന്യം, ജീവികളിലൂടെ ആവിർഭിപ്പതായി തോന്നുന്ന ധൈര്യം, ശൗര്യം, ആയുസ് എന്നിവയെല്ലാം സത്യത്തിൽ നിന്റേതായ സത്തയാണ്. ത്വം വിരിഞ്ച ശിവവിഷ്ണു വിഭേവാത് കാലകർമ്മ ശശിസൂര്യ വിഭാഗാത് വാദിനാം പ്രതികവേശ വിഭാസി ബ്രഹ്മ നിശ്ചിതം അനന്യതിഹൈകം. ഭഗവാനെ, നീ ബ്രഹ്മാവ്, ശങ്കരൻ, വിഷ്ണു എന്നിങ്ങനെ പലതായും കാലകർമ്മ ചന്ദ്ര സൂര്യഭേദനായും വെവ്വേറെ എന്ന വിധം വിളങ്ങാറുണ്ട് തത്വാദികളുടെ ദൃഷ്ടിയിൽ. പക്ഷേ ഇവിടെ അനന്യനും ഏകവുമായ ബ്രഹ്മമേ ധ്രുവസത്യമായിട്ടുള്ളൂ. മത്സ്യാദിരൂപേണ തഥാ ത്വമേക ശ്രുതൗ പുരാണേഷു ജലോകസിദ്ധ തഥൈവ സർവം സദസദ്വിഭാഗ ത്വമേവനാന്യത് ഭവതോ വിഭാതി. ശ്രുതിയിലും പുരാണങ്ങളിലും മത്സ്യാദിരൂപത്തിൽ എങ്ങനെയാണോ നീ ഒരാൾ തന്നെ വിശ്വവിദിതനായി വർത്തിക്കുന്നത്, അതുപോലെ തന്നെ സത്തിൻ്റെയും അസത്തിൻ്റെതുമായ എല്ലാ വിഭാഗങ്ങളിലും നീ തന്നെ വിരാജിക്കുന്നു. നിന്നിൽ നിന്ന് അന്യമായി ഒന്നും നിലനിൽക്കുന്നില്ല, എല്ലാം നിന്തിരുവടി തന്നെ. യദ്യത് സമുത്പന്നം അനന്തസൃഷ്ടാ ഉൽപ്പത്സ്യതേച്ച ഭവശ്ചയശ്ച ന ദൃശ്യതേ സ്ഥാവരജംഗമാദൗ ത്വയാ വിനാദ പരതപരസ്ത്വം.
അന്തമറ്റ ഈ സൃഷ്ടിയിൽ എന്തെന്ത് ഉളവായോ, എന്ത് ഉളവാകുമോ, എന്ത് ഉളവാകുന്നുവോ, സ്ഥാവര ജംഗമാദിയിൽ എല്ലാറ്റിലും നീയല്ലാതെ യാതൊന്നും കാണപ്പെടുന്നില്ല. ആകയാൽ നീ പരാൽപരനാകുന്നു. തത്വം ന ജാനന്തി പരാത്മനസ്തേ ജനാസമസ്താസ്തവമായയാത ത്വദ്ഭക്തസേവാമലമാനസാനാം വിഭാതിതത്വം പരമേകമൈഷം. സമസ്ത ജനങ്ങളും നിന്റെ മായയ്ക്ക് വശകരാണ്. തന്മൂലം പരമാത്മാവായ നിന്റെ പൊരുൾ അവർ അറിയുന്നില്ല. നിന്റെ ഭക്തന്മാരുടെ പരിസേവയിലൂടെ അന്തരംഗം അമലമാക്കിയവർക്ക് ഏകവും പരമവുമായ ഈശതത്വം സ്വയം തെളിഞ്ഞുകൊള്ളും. ബ്രഹ്മാദയസ്തേന വിദുസ്വരൂപം ചിദാത്മതത്വം ബഹിരർത്ഥഭാവാഃ തതോ ബുധസ്ത്വം ഇദമേവ രൂപം ഭക്തിയാ ഭജൻ മുക്തി ഉപൈതി ദുഃഖഃ. ബ്രഹ്മാദികൾ പോലും നിന്റെ സ്വരൂപമായ ചിദാത്മതത്വം അറിയുന്നില്ല. കാരണം അവർ ബാഹ്യാർത്ഥങ്ങളിൽ ഭാവം ഊന്നിയവരാണ്. ബുദ്ധിമാന്മാർ തന്മൂലം ഈ വിധം രൂപമാർന്ന നിന്നെ തന്നെ പ്രേമപൂർവ്വം ഉപാസിച്ച് അല്ലലന്യെ മോക്ഷം നേടുന്നു. അഹം ഭവാൻ നാമഗൃണൻ കൃതാർത്ഥോ വസാമി കാശ്യാം അനിശം ഭവാന്യാ മുമൂർഷമാണസ്യ വിമുക്തയേഹം ഇശാമി മന്ത്രം തവ രാമനാമ. നിന്റെ നാമം ഉച്ചരിച്ച് കൃതാർത്ഥനായ ഞാൻ ഭവാനിയോടൊത്ത് കാശിയിൽ സദാ വസിച്ചു പോരുന്നു. മരണോന്മുഖന്മാർക്ക് മോക്ഷത്തിന് നിന്റെ നാമമന്ത്രമാണ് രാമ ഞാൻ ഉപദേശിക്കുന്നത്. ഇമം സ്തവം നിത്യമനന്യഭക്ത്യാം ശൃണ്വന്തി ഗായന്തി ലിഖന്തിയേ വൈ തേ സർവസൗഖ്യം പരമം ചലബ്ധ്വാ ഭവത്പദം യാന്തു ഭവത് പ്രസാദാത്. പതരാക്ത ഭക്തിയോടെ എന്നും ഈ സ്തോത്രം ആര് കേൾക്കുന്നുവോ, ആര് പാടുന്നുവോ, ആരെഴുതുന്നുവോ അവർ നിന്റെ പ്രസാദത്താൽ സർവസൗഭാഗ്യവും പരമവുമായ ഭവൽപദം പോകുമാറാകട്ടെ. ഇന്ദ്ര ഉവാച രക്ഷോദിവേന അഖിലദേവ സൗഖ്യം കൃതം ജമേ ബ്രഹ്മവരേണ ദേവ പുനശ്ച സർവം ഭവത പ്രസാദാത് പ്രാപ്തം ഹതോ രാക്ഷസദുഷ്ടശത്രു. മഹാദേവൻ പറഞ്ഞു കഴിഞ്ഞ് ഇന്ദ്രൻ പറഞ്ഞു, ബ്രഹ്മവരപ്രഭാവത്താൽ രാക്ഷസാധിപൻ എൻ്റെ എല്ലാ ദിവ്യസുഖങ്ങളും കവർന്നു കളഞ്ഞു. അല്ലയോ ദേവ, നിന്ദ്രവടിയുടെ പ്രസാദത്താൽ അവയെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. രാക്ഷസനായ ദുഷ്ടശത്രു കൊല്ലപ്പെടുകയും ചെയ്തു. ദേവാ ഊജു ഹൃദയജ്ഞഭാഗാദരാദേവദത്ത മുരാരേ ഖലേനാദിദൈത്യേന വിഷ്ണോ ഹതോദ്യത്വയാനോ വിധാനേഷു ഭാഗ പുരാവത് ഭവിഷ്യന്തി യുഷ്മാത് പ്രസാദാത്. ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂസുരവരന്മാർ അർപ്പിക്കുന്ന യജ്ഞഭാഗങ്ങൾ അപഹരിച്ചു പോകുന്ന ദുഷ്ടനായ ദൈത്യൻ വിശ്വവ്യാപിയും മുരാരിയുമായ നിന്നാൽ കൊല്ലപ്പെട്ടു. നിന്റെ തിരുകൃപയാൽ ഞങ്ങൾക്ക് യാഗഭാഗങ്ങൾ ഇനി മുമ്പത്തെ പോലെ ലഭിക്കുമല്ലോ. പിതര ഊജു ഹതോദ്യത്വയാ ദുഷ്ടദൈത്യോ മഹാത്മൻ ഗയാദൗ നരൈർദത്തപിണ്ഡാദികാന്ന ബലാദത്തിഹത്വാ ഗൃഹീത്വാ സമസ്താൻ ഇദാനീം പുനർലബ്ധ സത്വാ ഭവാമ. പിതൃക്കൾ പറഞ്ഞു, അല്ലയോ മഹാത്മൻ, ഇന്ന് നിന്നാൽ ദുഷ്ടദാനവൻ വധിക്കപ്പെട്ടു. മനുഷ്യർ ഗയാദി പുണ്യസ്ഥാനങ്ങളിൽ ഞങ്ങൾക്കർപ്പിച്ച പിണ്ടാദികളെല്ലാം അവനാണ് തിന്നുപോകുന്നത്. ഇപ്പോൾ നീ അവനെ സംഹരിക്കിയാൽ ഞങ്ങളെല്ലാം വീണ്ടും ബലശാലികളായി തീരുകയാണ്. യക്ഷാവൂജു സദാവിഷ്ടികർമ്മണ്യനേനാഭിയുക്ത വഹാമോദശാസ്യം ബലാ ദുഃഖയുക്ത ദുരാത്മാ ഹതോ രാവണോ രാഘവേശ ത്വയാതേ വയം ദുഃഖജാതാത് വിമുക്ത. യക്ഷന്മാർ പറഞ്ഞു, ഇവനാൽ ബലാത്കാരം വിടുവേലയ്ക്ക് നിയോഗിക്കപ്പെട്ട ഞങ്ങൾ ദുഃഖവും പേറി ദശഗ്രീവനെ പൊക്കി നടക്കുകയായിരുന്നു. അല്ലയോ രഘുവര, ദുഷ്ടനായ രാവണനെ നീ നിഗ്രഹിച്ചതോടെ ഞങ്ങൾ ആ ശോകജാലത്തിൽ നിന്ന് വിമുക്തരായി. ഗന്ധർവാഊജു വയം സംഗീത നിപുണ ഗായന്തസ്തേ കഥാമൃതം ആനന്ദാമൃത സന്തോഹയുക്ത
പൂർണ്ണാസ്ഥിതാപുരാം. ഗന്ധർവന്മാർ പറഞ്ഞു, സംഗീത നിപുണരായ ഞങ്ങൾ നിന്റെ കഥാമൃതം ആലപിച്ച് ആനന്ദത്തിന്റെ അമൃതധാരയിൽ മുഴുകി ഞങ്ങൾ കഴിഞ്ഞു വരികയായിരുന്നു. പശ്ചാദുരാത്മാന രാമരാവണേനാഭിവിദ്രുത തമേവ ഗായമാനശ്ച തദാരാധനതത്പരാം സിതാസ്ത്വയാ പരിത്രാതാ ഹതോയം ദുഷ്ടരാക്ഷസ ഏവം മഹോരഗാസിദ്ധ കിന്നര മരുതസ്തഥാ വസവോ മുനയോ ഗാവോ ഗുഹ്യഗാശ്ച പദതൃണ സുപ്രജാപതയശ്ചൈതേ തഥാജാപ്സരസാംഗണാഃ സർവേ രാമം സമാസാദ്യ ദൃഷ്ട്വാ നേത്രമഹോത്സവം സ്തുത്വാ പൃഥക് പൃഥക് സർവേ രാഘവേണ അഭിവന്ദിതാഃ. യയുസ്വം സ്വംപദം സർവേ ബ്രഹ്മരുദ്രാദയസ്തഥാ പ്രശംസന്തോ മുദാ രാമം ഗായന്തസ്തസ്യ ജ്യേഷ്ഠിതം ധ്യായന്തസ്തഭിഷേകാർദ്രം സീതാലക്ഷ്മണ സംയുതം സിംഹാസനസ്ഥം രാജേന്ദ്രം യയു സർവേ ഹൃദിസ്ഥിതം. പിന്നെ ദുഷ്ടരാവണനാൽ ആട്ടിയോടിക്കപ്പെട്ടതോടെ സ്വരക്ഷയ്ക്ക് അവനെ മാത്രം പാടിപ്പുകഴ്ത്തി അവന്റെ സേവയിൽ താല്പര്യമാർന്ന് കഴിഞ്ഞുകൂടി. ഇപ്പോൾ ആ ദുഷ്ടരാക്ഷസൻ കൊല്ലപ്പെട്ടു. ഞങ്ങൾ നിന്നാൽ രക്ഷിതരായി. ആ സമയത്ത് ഇപ്രകാരം മഹാനാഗസിദ്ധ കിന്നര മരുത്തുക്കളും അതുപോലെ വസുക്കൾ, മുനിമാർ, ഗോക്കൾ, ഗുഹകർ, പക്ഷികൾ, അപ്സര, ഉരക ഗണങ്ങൾ എന്നിവയെല്ലാം പ്രജാപതിമാരുമായി രാമന്റെ അരികിലെത്തി മിഴികൾക്ക് മഹോത്സവമായ ആ രൂപം ദർശിക്കുകയും വെവ്വേറെ വാഴ്ത്തുകയും ചെയ്തു. എല്ലാവരും രാഘവനാൽ അഭിവന്ദിതരുമായി. സന്തോഷത്തോടുകൂടി രാമനെ പ്രശംസിക്കുന്ന തൽപ്രവർത്തനങ്ങളെ പാടിപ്പുകഴ്ത്തുന്ന ബ്രഹ്മരുദ്രാദികളെല്ലാം സ്വസ്ഥാനത്തേക്ക് മടങ്ങി. അഭിഷേകത്താൽ നനവാർന്നവനും സീതാലക്ഷ്മണ സമേതനും സിംഹാസനസ്ഥനും എല്ലാവരുടെയും മനതാരിൽ കുടികൊള്ളുന്നവനുമായ ആ രാജേന്ദ്രനെ ധ്യാനിച്ചുകൊണ്ടാണ് സകലരും തിരിച്ചുപോയത്. ഖേവാദ്യേഷു ധ്വനൽസു പ്രമുദഹൃദയൈർ ദേവവൃന്ദൈസ്തുവദ്ഭി വർഷദ്ഭി പുഷ്പവൃഷ്ടിം ദിവിമുനിനികരൈർ ഈഢ്യമാനസ്സമന്താത് രാമ ശ്യാമ പ്രസന്ന സ്മിതരുചിരിമുഖ സൂര്യകോടി പ്രകാശ സീതാ സൗമിത്രിവാദാത്മജമുനി ഹരിഭി സേവ്യമാനോ വിഭാതി. ആകാശത്ത് വാദ്യങ്ങൾ മുഴങ്ങുമ്പോൾ ഉള്ളിലെ ആനന്ദത്തള്ളലാൽ പൂമാരി തൂകി സ്തുതിക്കുന്ന ദേവവൃന്ദങ്ങളാലും ദേവർഷിഗണങ്ങളാലും വാഴ്ത്തപ്പെടുന്നവനും പ്രസന്നമായ പുഞ്ചിരിയാൽ തൂമയാർന്ന മുഖമുള്ളവനും കോടി സൂര്യപ്രഭ പേറിയവനും സീതാ ലക്ഷ്മണ മാരുതി മാമുനിമാരാലും കവികളാലും പരിസേവിതനും ശ്യാമസുന്ദരനുമായ രാമൻ സർവോത്കർഷേണ വിരാജിക്കപ്പെട്ടു. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.